ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഒരു ക്യൂരിയസ് കേസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കയും ഇക്കയുടെ പെങ്ങന്മാരും. ഇക്കയും ഇക്കയുടെ പെങ്ങന്മാരും തമ്മിൽ എന്തായിരുന്നു? ഇത്രയും ദിവസം നടന്നത് നാടകമായിരുന്നോ? ഇക്കയ്ക്ക് പെങ്ങന്മാരോട് സ്നേഹമുണ്ടായിരുന്നോ? പെങ്ങന്മാർക്ക് തിരിച്ച് ഇക്കയോട് സ്നേഹമുണ്ടായിരുന്നോ? ഇതൊക്കെയാണ് ലൈവിനകത്തെ പ്രധാന ചർച്ചകൾ. ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. മനീഷിന്റെ അടുത്തിരുന്ന് കുറെ നേരം ഷാനവാസ് കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ്, എന്നുവെച്ചാൽ പെങ്ങന്മാരെ പറ്റിയുള്ള അവരുടെ ബോണ്ട്, കാര്യങ്ങള്, അറ്റാച്ച്മെന്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം അനുമോള് ആദിലോടും നൂറയോടും മിണ്ടിയിട്ട് ഷാനവാസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അനുമോളുടെ അടുത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. നൂറയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഷാനവാസിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, അതെന്താണ്, സമയമാകുമ്പോൾ പുറത്തു വിടാമെന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയണം എന്നാണ് പറയുന്നത്. പിന്നെ അനുമോള് ഇത് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങള്, അയാളുമായിട്ട് വളരെ നല്ല ബോണ്ടിങ്ങിലായിരുന്നു, അറ്റാച്ച്മെന്റ് ആയിരുന്നു, ചേട്ടനെ പോലെ ആയിരുന്നു, അച്ഛനെ പോലെ ആയിരുന്നു, ഹാപ്പയെ പോലെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി നിങ്ങൾ വീണ്ടും ഒറ്റക്കെട്ടാവണം എന്നുള്ള രീതിയിലാണ് അനുമോള് നിൽക്കുന്നത്. അന്ന് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ഇഷ്യൂ ഉണ്ടായിരുന്നു, രാക്ഷസി എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതും ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചത് അനുമോള് തന്നെയാണ്. ഒത്തുതീർപ്പ് ആക്കാൻ ചുക്കാൻ പിടിച്ചത് അനുമോളാണ്. അനുമോളുടെ ഒരു ക്വാളിറ്റി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇവരുടെ ഈ ഒരു ബോണ്ടിങ് കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് അനുമോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൽ അനുമോളുടെ ഒരു ഗെയിം ഒന്നും അന്നും നമ്മൾ കണ്ടിട്ടില്ല, ഇന്നും ഞാൻ കാണുന്നില്ല. ഷാനവാസിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്, ഇക്ക ഒന്ന് സോൾവ് ആക്കുന്നു, ഒത്തുതീർപ്പാക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് അവിടെ ഇരുന്ന് ഫുൾ ആത്മകഥ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെനിക്ക് എന്റെ പെങ്ങന്മാരെ പോലെ ആയിരുന്നു, എനിക്ക് എന്റെ മക്കളെ പോലെ ആയിരുന്നു, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കത്തില്ലേ, അവര് പക്ഷെ അത് മിസ്യൂസ് ചെയ്തു, എന്നെ വേദനിപ്പിച്ചു, സമയമാകുമ്പോൾ ഞാനൊന്ന് പറഞ്ഞോളാം, അവർക്കെതിരെ പണി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഉള്ളിലെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ആദിലയും നൂറയും ഈ ഒരു ഇഷ്യൂവിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. കാരണം എന്തോ കാര്യം ഇവര് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് ഷാനവാസ് ഉറപ്പായിട്ടും ഗെയിം കളിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഷാനവാസ് ഇപ്പൊ പറയുന്നുണ്ട്, ഇത്രയും ദിവസം എനിക്ക് ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരു ഗെയിം അല്ലായിരുന്നു, ഇപ്പോ അത് ഗെയിം ആയിരിക്കുകയാണ്. അനീഷിന്റെ അടുത്ത് ഇത് തന്നെയാണ് പറയുന്നത്, ഇപ്പോഴും ഇതൊരു ഗെയിം ആയിരിക്കും, ഇപ്പോൾ ഇതൊരു ഗെയിം ആയിരിക്കുകയാണ്, ഇത്രയും ദിവസം ഗെയിം അല്ലായിരുന്നു, ഇനി മുതൽ ഇതൊരു ഗെയിം ആയിരിക്കുകയാണ്. എന്തായാലും ഷാനവാസ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. എവിടം വരെ പോകും, എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടറിയണം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.